ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുലൂസ് വേൾഡ്. പൊരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാനും അതുപോലെ അവളുടെ കൂടെ ഇട്ട് കഴിക്കാനും. ആ പൊരി വെച്ച് നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത് പൊരി വെച്ചൊരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു ബൗളിൽ നമുക്കൊരു ചെറിയ സവാള, ഒരു പച്ചമുളക്, അത് രണ്ട് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ക്യാരറ്റ് നമുക്ക് ചെറുത് അത് ഗ്രേറ്റ് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു കുഞ്ഞി തക്കാളി അതും നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇച്ചിരി മല്ലിയില അത് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. അപ്പം ഒരു ഹാഫ് മുറി ചെറുനാരങ്ങൻ്റെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ പോലെ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടുമ്പോൾ നോക്കിയിട്ടിടണം, കാരണം നമ്മൾ പൊരിയിൽ നല്ല ഉപ്പുണ്ടാവും, ചില പൊരിയിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നോക്കിയിട്ട് വേണം, പൊരി കഴിച്ചിട്ട് നോക്കിയിട്ട് വേണം അതിൽ ഉപ്പിട്ട് കൊടുക്കാൻ. അതുപോലെ 2 ടീസ്പൂൺ പോലെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ തക്കാളിയും പച്ചമുളകും സവാളയും മല്ലിയിലയും ക്യാരറ്റൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസായ പൊരിയാണ്. അപ്പോൾ ഞാനൊരു വലിയ ബൗൾ നിറയെ പൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊരി വാങ്ങുമ്പോൾ നോക്കിയിട്ട് നല്ല പൊരി തന്നെ വാങ്ങണം. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പം പൊരി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്കത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ കറക്റ്റായിരുന്നു ഉപ്പ്, അതുകൊണ്ട് ഞാൻ വേറെ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മസാലപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ചായക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമുക്കിതൊരു വേറൊരു സെർബിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി മസാലപ്പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബായ്.